ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 പച്ചമുളക് വേണം. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, അപ്പോൾ വഴിയേ മനസ്സിലാവും കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇപ്പോൾ ആ മല്ലിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് പിന്നെ കട്ട് ചെയ്യുന്നു വേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ഞാൻ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സബോളം കൂടി വേണം കേട്ടോ. സബോളയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 4 കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി പൊട്ടിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കോഴിമുട്ട വേണോ, എത്രത്തോളം ബ്രെഡ് ഉണ്ടോ അതിനനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇപ്പോൾ അവർക്ക് ഈവനിങ്ങിലായാലും ശരി, കാലത്തായാലും ശരി, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതും ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നാക്സാണ്. അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാവും. വെറുതെ ബ്രെഡ് കൊടുക്കണ പോലെ അല്ലല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ മുട്ടൊക്കെ ഒഴിച്ചു. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഞാൻ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. നല്ലോണം അതിൽ അടിഞ്ഞ് ചേർന്നോട്ടെ കേട്ടോ. ഇപ്പോൾ ഞാൻ സബോള ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു മീഡിയം സൈസ് സബോള, ചെറുത് മതി, അധികം വലുതൊന്നും വേണ്ട കേട്ടോ. അത് നോക്കിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് അടിഞ്ഞ് വരണം കേട്ടോ. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ പറയണം. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും പറയണേ. അപ്പോൾ ഞാൻ സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. സബോള ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതാണ്. അതാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ പുറത്തൊക്കെ പോയി കഴിക്കുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അത് എല്ലാതും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൽ. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട്, കുറച്ച് വലിയൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തോളൂ. അതിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും തൂവി കൊടുത്തോളൂ കേട്ടോ നെയ്യ്. എന്നിട്ട് അതിനുശേഷം നമ്മളെ ബ്രെഡുകളൊക്കെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് സാധാ ഷേപ്പിലും പിന്നെ കുറച്ചൊന്ന് കോണായിട്ടും വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ആ ഇതിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കണേ. തീ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ. കൂടുതലായാൽ നമ്മളെ ബ്രെഡൊക്കെ കരിഞ്ഞു പോവും. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണിത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈവനിങ് സ്നാക്സ് മാത്രമായിട്ടാണല്ലോ വരുന്നതെന്ന്. ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഇതാണ്. എൻ്റെ മോന് സ്കൂൾ വിട്ട് വരുമ്പോൾ അവനെന്തെങ്കിലും ഒരു ചായക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതാണ് കൂടുതൽ ഈവനിങ് സ്നാക്സ് ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് ഓരോ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ കോൺ ഷേപ്പിലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാതും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഫ്രൈ പാനിൽ കൊള്ളുന്നത് മുഴുവൻ ആ ഒരു ഇതിൽ വെച്ച് കൊടുക്കാം. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് അതിൽ കൊള്ളില്ല, പറ്റുന്നിടത്തോളം വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ബ്രെഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ടാവും ബ്രെഡിന്. പിന്നെ ബ്രെഡ് കൊണ്ട് ഇപ്പോൾ നമുക്ക് പലതരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബ്രെഡ്. നമുക്ക് പല പല വെറൈറ്റികളും പരീക്ഷിക്കാൻ പറ്റുമല്ലേ ബ്രെഡ് കൊണ്ട്. അപ്പോൾ അതെല്ലാതും അങ്ങനെ വെച്ച് എല്ലാ ഭാഗത്തും ഫില്ലാക്കി വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളോട് ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കൂട്ടാ.
എന്നാലാണ് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണരുത്. പിന്നെ എൻ്റെ വീഡിയോ ഫുള്ളായി കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തും തിരിച്ചിട്ട് കൊടുക്കാം. നോക്കി തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സൈഡിലൊക്കെ അധികം ചൂടായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് തന്നെ നിങ്ങളെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അവർക്ക് ഇഷ്ടമായാൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കും വേണേ. ഇപ്പോൾ ഒരുവിധമൊക്കെ എല്ലാതും ഞാൻ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് ആയതെടുത്ത് മാറ്റി വയ്ക്കുകയാണേ. ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ചെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായയും കൂടി ഉണ്ടാക്കണ്ടേ. ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ ഈവനിങ്ങിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. നാളെ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.